ഹായ് എവ്രി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജെഫ് ആൻഡ് ജോ വ്ലോഗ്സ്. നമ്മുടെ വീഡിയോ ഇന്ന് വന്നിട്ട് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചും അതുകൂടാതെ തന്നെ എൻ്റെ ബാക്ക് യാർഡിലുള്ള എൻ്റെ വെജിറ്റബിൾ തോട്ടത്തെക്കുറിച്ചിട്ടും ഉള്ള ഒരു കുട്ടി വീഡിയോ ആട്ടോ. വെരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറച്ചെങ്കിലും സ്ഥലമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെറസിൽ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ ആണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കണ്ട കേട്ടോ. ഫസ്റ്റ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ തരാം. ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ഹോം ടൂറൊക്കെ ചെയ്യാൻ നേരം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഇപ്പം വന്നിട്ടുണ്ട്. കാരണം വലിയൊരു മഴക്കാലം ഏകദേശം ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പേൾ ഗ്രാസ് എല്ലാം ഇവിടെ നല്ലപോലെ തഴച്ച് വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ വേനൽക്കാലത്ത് നല്ലപോലെ വെയിലേറ്റ് ഈ പേൾ ഗ്രാസ് എല്ലാം നല്ല രീതിയിൽ പോയായിരുന്നു. ഞാനപ്പോൾ ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇത് ഫുള്ളും പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ടോ, ഇപ്പം നല്ലപോലെ തളിർത്ത് നല്ല പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. അതിന് ചെറുതായിട്ടൊരു മഞ്ഞ ഷെയ്ഡ് കൂടെ കയറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏരിയയിൽ കഴിഞ്ഞ വട്ടം വെയിൽ കൂടുതലേറ്റ ഏരിയയിൽ ഇങ്ങനെ കുറച്ച് കാര്യമായിട്ട് പുല്ല് കിളുത്ത് വരുന്നതേ ഉള്ളേ. ഇങ്ങനെ കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മളിങ്ങനെ ഇൻ്റർലോക്ക് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഇത് സിറ്റ് ഔട്ട് ഏരിയ ആണ് കേട്ടോ. ഇത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ അധികം പ്രിപ്പയർഡ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഇതേപോലെ ഒരു പ്ലാന്റ് സ്റ്റാൻഡാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന സ്റ്റാൻഡാണ്. ഇത് നമ്മുടെ പുതിയ വീട്ടിലോട്ട് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കുറച്ച് പുതിയ പ്ലാന്റൊക്കെയാണ് വെച്ചിരുന്നത്. ഇത് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയം തൊട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു സെറാമിക് പോട്ടിനകത്ത് നമ്മുടെ മണി പ്ലാന്റും ഇങ്ങനെ ഒരു വെറൈറ്റി പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പ്ലാന്റിൻ്റെയൊക്കെ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പ്ലാന്റ് വീട്ടിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കടയിൽ പോയിട്ട് പറയുകയൊക്കെ ചെയ്യാവേ. പിന്നെ ഇവിടെ ഇതുണ്ട്, നമ്മുടെ വീടിന് 3 ഫേസസാണ് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ 2 സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഹോം ടൂർ കണ്ടാലേ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ചെടിയുടെ ഒക്കെ കാര്യം പറയുന്നതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 6-7 മാസമായി ഈ പീസ് ലില്ലി നട്ടിട്ട് 3 വെറൈറ്റി പീസ് ലില്ലിയാണ് കേട്ടോ നട്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഈ ഒരു പീസ് ലില്ലിയുടെ ഫ്ലവർ കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മുടെ നോർമൽ പീസ് ലില്ലി ആയിട്ട്. പിന്നെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയും കൊടുത്തിട്ടുണ്ട്. വെരിഗേറ്റഡ് വെറൈറ്റി അത്രയ്ക്ക് അങ്ങ് കാര്യമായിട്ട് കിളുത്തിട്ടില്ല എന്നല്ല, പടർന്നിട്ടില്ല. പക്ഷേ ഈ നമ്മുടെ സാധാ വെറൈറ്റി നല്ലപോലെ ഇതുണ്ടോ, നല്ല വലുതായിട്ട് അത്യാവശ്യം ഈ ജനലിൻ്റെ ഒക്കെ ഹൈറ്റിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ മഴമേഘമുണ്ട്, ഏത് നിമിഷവും മഴ പെയ്യും. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആക്ച്വലി മഴ കുറഞ്ഞ നേരത്താണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് ഓർത്തേ. കാരണം ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പം വേനൽക്കാലമൊക്കെ വരും. അപ്പം ഇതുപോലെ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പം ഈ ഒരു സമയത്ത് ഈ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് ഓർത്തു. പിന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് വീണ്ടും കുറച്ച് പീസ് ലില്ലി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് പുറത്ത് വെച്ചിരിക്കുന്ന ചെടിയുടെ വിശേഷങ്ങൾ. നമുക്ക് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ കാണാനായിട്ട് പോകുന്ന സമയത്ത് അതുകൂടെ കാണിച്ചു തരാം. ഇനി അകത്തെ കാര്യം കാണിക്കാം. ഇവിടെ നമ്മളൊരു ഫിഗിൻ്റെ പ്ലാന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നേരത്തെ ഇതിനെക്കാട്ടി ഷോർട്ടായിട്ടുള്ളൊരു ഫിഗ് പ്ലാന്റ് ആയിരുന്നു. ഇത് നമ്മൾ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത് ചേഞ്ച് ചെയ്തിട്ട് കുറച്ചുകൂടെ വലിയത് വെച്ചു. അത് ഷോർട്ടായിരുന്നു. അത് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിലോട്ടാണ് കൊടുത്തത്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഫോർമൽ ലിവിങ്ങും പിന്നെ അതേപോലെ തന്നെ ഫാമിലി ലിവിങ്ങും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ വരുന്നുണ്ട്. അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാന്റർ ബോക്സ് ആട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ പ്ലാന്റർ ബോക്സിനകത്ത് നമ്മൾ ആക്ച്വലി പോട്ട് ഇറക്കി വെച്ചിട്ട് ഇതേപോലെ തന്നെ CC പ്ലാന്റാണ് കൊടുത്തിരിക്കുന്നത്. പല വെറൈറ്റി CC പ്ലാന്റുകളുണ്ട്. അതായത് മറ്റേ ബ്ലാക്ക് കളറുള്ള CC പ്ലാന്റ് ഉണ്ട്, പിന്നെ നോർമൽ CC പ്ലാന്റ് ഉണ്ട്, പിന്നെ ഒരു സ്നേക്ക് പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. അത് ഷോർട്ടാണ്, സ്നേക്ക് പ്ലാന്റിൻ്റെ ഷോർട്ട്. അപ്പം ഈ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ട് ആഗ്രഹമുണ്ട്, എന്ത് പ്ലാന്റ് വെക്കും, ഏത് പ്ലാന്റ് കുറച്ചുകൂടെ കൂടുതൽ നാൾ സർവേ ചെയ്യും, അങ്ങനെ മെയിൻ്റനൻസ് കുറവുള്ളത് നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ CC പ്ലാന്റ് ആയിരിക്കും ബെസ്റ്റ് കേട്ടോ. പിന്നെ സ്നേക്ക് പ്ലാന്റും കുഴപ്പമില്ല. കാരണം ഇതിനൊക്കെ നമ്മളിപ്പം ഇടയ്ക്കൊക്കെ ഇപ്പം ട്രാവലിങ്ങും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നതൊക്കെ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് അധികം കെയറിങ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വെട്ടം കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കുന്നതെങ്കിൽ ഈ പ്ലാന്റൊക്കെ സർവേ ചെയ്തോളും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇപ്പം വീടിനകത്ത് CC പ്ലാന്റാണ് കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത്. പിന്നെ CC പ്ലാന്റിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അധികം പോയിസണസോ അങ്ങനെയൊന്നും അല്ല.
സേഫായിട്ടുള്ളൊരു പ്ലാന്റാണ്. പിന്നെ അധികം കെയറും വേണ്ട. പിന്നെ മണി പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ കുറച്ചേറെ വെറൈറ്റീസ് നമ്മുടെ ഈ ഒരു ഓപ്പൺ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഞാനൊരു വലിയ പൊട്ടിനകത്തൊരു ചെടി ഇരിക്കുന്നില്ലേ, അത് ആക്ച്വലി ഒരു പോയിസണസ് പ്ലാന്റാണ്. ഇപ്പം നമുക്ക് ബേബിയൊക്കെ ഇനിയിപ്പം പുറത്തോട്ട് എന്താ പറയുന്നത്, പതുക്കെ ഇങ്ങനെ ഇഴയാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ചെടിയൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും. കാരണം അതിൻ്റെ ഇലയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കാത്ത കുഞ്ഞു പിള്ളേർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, എന്ത് കിട്ടിയാലും വായിക്കാത്ത എടുത്തിടും. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പ്ലാന്റൊക്കെ പതുക്കെ മാറ്റേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു ലക്കി ബാമ്പു കൊടുത്തിട്ടുണ്ട്. ഈ ചെടികളൊക്കെ ഞാൻ എൻ്റെ ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ, ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി നന്നായിട്ട് നമ്മുടെ ചെടികൾ വളർന്നു. പിന്നെ ചെടികളൊന്നും തന്നെ അങ്ങനെ പോയെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം ചെടി ഇൻഡോർ പ്ലാന്റ്സ് വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നു, എന്ത് വെക്കണമെന്നൊക്കെ കൺഫ്യൂഷൻ ആണെങ്കിൽ CC പ്ലാന്റ് നല്ലൊരു ഓപ്ഷനാണ്. സ്നേക്ക് പ്ലാന്റ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഈ മണി പ്ലാന്റ്, ഇതിന് ചിലർ പോത്തോസ് എന്നും പറയും, ഇത് നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ ഫിഗ് ആണെങ്കിലും വലിയ പ്രശ്നമില്ല. ഇത് എൻ്റെ കിച്ചണിൻ്റെ വിൻഡോയിൽ കൂടെ നോക്കുമ്പോഴാണ്, ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു റബ്ബർ പ്ലാന്റ് ഇരിപ്പുണ്ട്. ഈ റബ്ബർ പ്ലാന്റ് നല്ല വലുതായിട്ടുണ്ട്. ഇത് പതുക്കെ നമുക്കൊന്ന് പോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും നമുക്ക് അകത്തോട്ടാക്കണേ. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഈ ഒരു ഫിഗായിരുന്നു കേട്ടോ നമ്മുടെ താഴത്തെ കോർട്ട്യാർഡിലിരുന്നത്. അതിന് നമ്മളിവിടെ ഈ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. കാരണം മറ്റേ ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്നത് ആക്ച്വലി കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലാണ്, ഇത് വെച്ച് കുറച്ചുകൂടെ ബുഷിയാണ് കേട്ടോ, അതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ ഇരുന്നത് 2 ചെറിയ ഫിഗായിരുന്നു, അതിനെ നമ്മളെടുത്ത് മാറ്റി ഇതിനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല പച്ചപ്പും ഹരിതാവുമാണ്. പിന്നെ ഈ ഒരു ചെടി മിക്കവരും കാണുമ്പം നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്ലാസ്റ്റിക് ആണോ, പ്ലാസ്റ്റിക് മരമാണോ എന്ന്. നമ്മുടെ വീട്ടിൽ ഒരു ചെടി പോലും പ്ലാസ്റ്റിക്കിൻ്റെ ഇല്ല കേട്ടോ. കാരണം എല്ലാം ഇങ്ങനെ ലൈവ് പ്ലാന്റ് കൊടുത്ത് അത് ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് ചെടിയൊക്കെ വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ ചെടി എന്താണെന്നറിയത്തില്ല, നമ്മൾ കുറച്ച് പരിപാലനം കൂടിയിട്ട് കഴിഞ്ഞ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്നൊരു മഴ കൊള്ളിക്കാനായിട്ട് എടുത്ത് വെച്ചതാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണെങ്കിൽ നല്ല മഴയും പെട്ടെന്ന് വെയിലും ഇങ്ങനെ വരും. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പ്ലാന്റ്സ് ഒന്ന് കുറച്ച് മോശമായതുപോലെ എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കേസിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓവർ കെയറിങ് കൊടുക്കാൻ പോയാൽ ഇവർ എന്താ പറയുന്നത്, കുറച്ച് മോശമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. ഇപ്പോൾ ആ പ്ലാന്റ് കണ്ടില്ലേ, അതിൻ്റെ ഇലയെല്ലാം ഷെഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇതുകൊണ്ടോ, ഈ നമ്മുടെ മോൺസ്ട്ര പ്ലാന്റിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതിലിങ്ങനെ പൊടി പോലെ എന്തോ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓഫീസ് സ്പേസാണ്. ഇവിടെയും കുറച്ച് ചെടി ഉണ്ടായിരുന്നു, കുറച്ച് ഫിലോഡൻഡ്രൊക്കെ ആയിരുന്നു, അതിനെയൊക്കെ എടുത്ത് മാറ്റി അതിന് നമ്മൾ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ അല്ല, ട്രോപ്പിക്കൽ ഗാർഡൻ്റെ അവിടെ നട്ടിട്ടുണ്ട്. ഇതാട്ടോ കറുത്ത CC പ്ലാന്റ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു പ്ലാന്റർ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് 1-2 കറുത്ത CCയാണ്, പക്ഷേ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതുണ്ട്, ഈ CC പ്ലാന്റ് നല്ല വലുതായിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇത് ഇത്ര വലുതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം കുറച്ച് ലൈറ്റും ഒക്കെ കിട്ടാനായിട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് വളർന്നോളും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ എറണാകുളത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ കിട്ടുന്ന വെള്ളമെന്ന് വെച്ചാൽ മിക്കതും ക്ലോറിൻ വാട്ടറാണ്. ഈ ക്ലോറിൻ വാട്ടർ നമ്മൾ ചെടിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി പഴുത്ത് നാശമായി പോകും കേട്ടോ. കാരണം അതെനിക്ക് അറിയത്തില്ലായിരുന്നു. പണ്ട് ഞാൻ പഴയ വീട്ടിലായിരുന്നപ്പം അങ്ങനെ നട്ടിട്ട് എൻ്റെ കുറേ പ്ലാന്റ് പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഒരു കുഞ്ഞി ചെടിയായിട്ട് വാങ്ങിച്ചായിരുന്നു, പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോ, പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്തത്. പിന്നെ ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങളൊക്കെ കാണാം. നല്ല രസമാണ്. പക്ഷെ ഞാനവിടെ തുറക്കുന്നില്ല, കാരണം എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുത്ത് പുറത്തേയും കൂടെ എടുക്കാമെന്ന് ഓർത്തിട്ടായിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യും. അപ്പോൾ അതിനിപ്പുറം നമുക്ക് വെളിയിലോട്ടുകൂടെ പോകാം കേട്ടോ. ഈ റൂം ഇങ്ങനെയാണ്, നല്ല രസമാണ്. ചെടിയും ആ ടെക്സ്ചർ പെയിൻറ്റും കർട്ടൻ്റെ കളറൊക്കെ നല്ല രസമാണ്. ഇതുണ്ടോ, ഈ ഒരു കിറ്റ്, ഇതിനകത്ത് കുറേ 45 വെറൈറ്റി സീഡ്സ് ഉണ്ട്. നമുക്കൊരു വീട്ടിലോട്ട് ആവശ്യമായ എല്ലാം ഉണ്ട്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചാൽ. പിന്നെ ഇതേപോലെ ഒരു സിപ്ലോക്ക് കവറിൻ്റെ അകത്തിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക, അടുത്ത ദിവസങ്ങളിൽ നടാം. പിന്നെ ഇത് നമ്മളിന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കിച്ചൺ വേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഉള്ളിയുടെ തോല്, മുട്ടത്തണ്ട്, പിന്നെ വെജിറ്റബിൾസ് പീൽ ചെയ്ത് ഇതെല്ലാമാണ് ഇത് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ചെടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെജിറ്റബിൾസിന്. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കുഴികൾ എടുത്തിട്ടുണ്ട് ചെടി നടുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ലെമണാണേ. ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കഴിക്കുന്ന ലെമണാണ്.
ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരിയും കൂടെ നന്നായിട്ട് തളർത്ത് കയറാൻ തുടങ്ങും. പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എത്ര ചെറുതായിരുന്നു, ഇപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷിയും അതേപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സും ഒന്ന് ജസ്റ്റ് കാണാവേ. ഇത് മറ്റേ കറിവേപ്പിൻ്റെ തൈയാണ്. ഇത് ഭയങ്കര ചെറുതായിട്ട് നട്ടതാണ്. ഇതേപോലെ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ടാണ് ഞാൻ പുഷ്ടിപ്പിച്ച് കൊണ്ടുവരുന്നത്. മഴ കാരണം ഇച്ചിരി വിഷയമായെന്നുള്ളതേ ഉള്ളൂ. ഇത് ഇല ക്യാബേജാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് വളരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ചേറെ ഞാൻ കാന്താരി ചീനി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ എനിക്ക് വിഷമമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒത്തിരി ബ്രിഞ്ചോളിൻ്റെ പ്ലാന്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലപോലെ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു 5-8 കിലോ എങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അത്രയും നന്നായിട്ട് നമുക്ക് കിട്ടിയായിരുന്നു. അതിപ്പോൾ ഈ മഴ കൂടിയിപ്പം 2-3 പ്ലാന്റ്സൊക്കെ പോയി. പിന്നെ വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. ഇനിയിപ്പം തളർത്ത് കയറുമായിരിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു മാസത്തെ കൃഷിയായിട്ട് ഞാൻ നട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീരയാണ് കേട്ടോ. നമുക്കിവിടെ ചീര അത്യാവശ്യം നന്നായിട്ട് വളരും. ഇവിടെ വെയിൽ കിട്ടുന്ന ഒരു ഏരിയയും കൂടെയാണേ. ഈ വട്ടം നമ്മൾ ചീര തൈയാണ് അവിടെ നട്ടിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ മിൻറ്റ് പ്ലാന്റ് ആണേ, പുതിന ചെടി. ഇത് പുതിന നടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിനയിലെ കടയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ, അതിൻ്റെ തണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് 2 ദിവസം കഴിയുമ്പം മുള ഇങ്ങനെ പൊട്ടി വരാനായിട്ട് തുടങ്ങും. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മണ്ണിൽ ചെരിച്ച് നടുക. അതിപ്പം കുറച്ച് മുമ്പ് കാണിച്ചാൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി നട്ടതാണേ. ചെരിച്ച് നട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഇതേപോലെ ഇങ്ങനെ വളർന്ന് കയറിക്കോളുവേ. ഇതിങ്ങനെ വന്നതാണേ. എന്നിട്ട് ഇതിങ്ങനെ വളർന്ന് പൊങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം ഇതേപോലെ ഇങ്ങനെ ചെരിച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്നെല്ലാം ഇങ്ങനെ പുതിയ പുതിയ ബഡ് ഇങ്ങനെ പൊട്ടി വന്നോളുവേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു തണ്ട് ഇതേപോലെ തന്നെ ചെരിച്ചിട്ട് കൊടുത്ത് മണ്ണൊക്കെ ഇട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ നിന്ന് നല്ലപോലെ മുളയൊക്കെ പൊട്ടി വരും. ഇതുണ്ടോ, ഇന്ന് ഈ പറഞ്ഞ പോലെ ജോബ് ഇവിടെ ഒരു ഏലത്തിൻ്റെ തൈ നടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നമ്മൾ മെയിലായിട്ട് ഇങ്ങനെ അക്വാപോണിക്സിൻ്റെ ഒരു സംഭവം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഏലമായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ അത് അത്ര സക്സസ് ഒന്നും ആയില്ല. അപ്പം അതിങ്ങോട്ടേക്ക് അതിൻ്റെ ഒരു ചെറിയ ബഡ് വന്നത് പറിച്ച് നടുക. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടുന്നേരം ഇങ്ങനെ ഒരു ചെറിയ കുഴി പോലെ എടുത്തിട്ടാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാവേ. ഇത് ഫോറസ്റ്റ് ഗൂവയാണ്. ഇത് ചെറിയ തൈ ആയിരുന്നപ്പോൾ നട്ടതാ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഫ്രൂട്ട് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി ഞാൻ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്രൂട്ടിന് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പുളിയും മധുരമൊക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണെന്നാണ് പറയുന്നത്. നമ്മുടെ സാധാ പേരയ്ക്ക കഴിക്കുന്നതിൽ നിന്ന് നല്ല ടേസ്റ്റാണേ. പിന്നെ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ പോലെ പാഷൻ ഫ്രൂട്ട്, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. ഇത് നട്ടിട്ടുണ്ട്. ഇത് പണ്ടത്തെ വീഡിയോയിൽ ഒരു 6 മാസം മുമ്പിലത്തെ വീഡിയോയിൽ നട്ടതുണ്ടായിരുന്നു. ഇപ്പം കണ്ടോ, കായ്ച്ചിട്ടുണ്ട്. ഇതിപ്പം ഫ്രൂട്ടൊക്കെ ഉടനെ തന്നെ പഴുക്കുമെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം നന്നായിട്ട് ഇവിടെ നിൽക്കുന്ന മരത്തേലേക്ക് കയറി കണ്ടോ, ഇതുപോലെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടൊക്കെ നമുക്കൊരു 6 മാസം കൊണ്ട് കായ്ക്കുമെന്ന് ഉറപ്പായി. ഞാൻ ഓർത്തതെന്ന് വെച്ചാൽ ഒത്തിരി സമയം എടുക്കുമായിരിക്കും ഇതൊക്കെ വളർന്ന് കയറാമെന്ന്. ഇതിങ്ങനെ വളർന്ന് ഈ ഒരു മഴയത്ത് നന്നായിട്ട് വളർന്ന് കയറിയതാണ് കേട്ടോ. ശരിക്കും ഈ ഒരു എൻ്റെ ഡെലിവറി കഴിഞ്ഞൊരു 3 മാസത്തേക്ക് എനിക്ക് കാര്യമായിട്ട് ചെടികളെ ഒന്നും നോക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് കാടൊക്കെ കയറിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ഒന്ന് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ഇച്ചിരി സെറ്റപ്പാക്കി എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ എന്താ പറയുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഏരിയ ഉള്ളത്, അവിടെ കേട്ടോ നമ്മുടെ ഈ പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല. ഇത് നമ്മുടെ എന്താ പറയുന്നത് ലൗലോലിക്ക മരമാണേ. ഇതും ചെറിയ ചെടിയായിരുന്നു. അത്യാവശ്യം നല്ല വലുതായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നല്ല സന്തോഷം വരുന്നുണ്ട്. ഇവരുടെ ഓരോ ഡെവലപ്മെൻറ്റ്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതൊരു വലിയ മരമായി കഴിഞ്ഞ് കഴിയുമ്പം ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കാനായിട്ട് നല്ല രസമാണ്. പിന്നെ ഇതേപോലെ തന്നെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ചിക്കുവാണേ. ഇത് എവിടെ നടൂ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഫൈനലി ഇവിടെയാണ് നടുന്നത്. കാരണം ഇതൊക്കെ അത്യാവശ്യം സ്പ്രെഡ് ആവുന്നതായതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഉള്ള സ്പേസിൽ വേണം നടാനായിട്ട്. പിന്നെ നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഏരിയയിൽ നമ്മൾ നടുന്നെങ്കിൽ കുറച്ച് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ചീനിത്തൈയൊക്കെ നട്ടിട്ടുണ്ട്. ഈ മുളകൊക്കെ എനിക്ക് ഈ ചെടിയിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് മുളക് എനിക്ക് കിട്ടി കേട്ടോ. മഴ വന്നപ്പോഴാണ് കുറച്ചൊന്ന് മോശമായി തുടങ്ങിയത്. ഇത് നമ്മുടെ ബഡ് ചെയ്തിരിക്കുന്ന റംബൂട്ടാൻ പ്ലാന്റ് ആണ്. റംബൂട്ടാനും വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഇതിനൊക്കെ കുറച്ച് ഇനി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. കൊണ്ടേ വെച്ചിട്ടുണ്ട്. മഴയൊന്ന് കുറയാതെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അപ്പം ഏകദേശം നമ്മുടെ ചിക്കു ഫ്രൂട്ട് ഇവിടെ നട്ട്
കഴിയാറായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മണ്ണൊക്കെ കൂട്ടി കൊടുക്കുവാണേ. പിന്നെ ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു നമ്മുടെ കിച്ചൺ വേസ്റ്റ്. ഫുഡ് വേസ്റ്റ് അല്ല കേട്ടോ, ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസിൻ്റെയൊക്കെ പീൽ ചെയ്യുന്ന തോലും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. മണ്ണ് കുറച്ച് ദിവസങ്ങൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വെട്ടിയിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ വളരുവേ. ഇത് നമ്മുടെ റെഡ് ലേഡി പപ്പായയാണ്. ഇതിൽ 3 പപ്പായ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും വലുതാകാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുവാണ്. ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു പപ്പായയുടെ സ്മെല്ലുണ്ടല്ലോ, നോർമൽ പപ്പായ പ്ലാന്റിൽ നിന്ന് നല്ലൊരു സ്വീറ്റായിട്ടുള്ളൊരു സ്മെല്ലാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഏലച്ചെടി ഇവിടെ നട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താവുമെന്ന് അറിയത്തില്ല. പിന്നെ ഇതുണ്ടോ, ഇതെല്ലാം നമ്മുടെ മറ്റേ ബ്രിഞ്ചോളായിരുന്നേ, മറ്റേ റൗണ്ടിലിരിക്കുന്ന ടൈപ്പ്. നല്ല വലുപ്പത്തിൽ നമുക്ക് നല്ല വലിയ സൈസിൽ കിട്ടിയിരുന്നതാണ് കേട്ടോ. പക്ഷെ അതെല്ലാം ഇപ്പം പോയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പൊമഗ്രാനൈറ്റിൻ്റെ പ്ലാന്റാണ്. പിന്നെ ഇവിടെ ഒരു കൂർക്കച്ചെടി, ഇതും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെറുതെ നട്ടിരിക്കുന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് എൻ്റെ ഇഞ്ചിച്ചെടിയാണ്. ഇത് നട്ട സമയത്ത് ഏകദേശം 1 മാസമായിട്ട് ഒരു മുള പോലും പൊട്ടി വരാതെ ഞാൻ ഓർത്തു ഇത് പോയി കാണുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല അടിപൊളിയായിട്ട് വന്നു. ഏറ്റവും മോശമായിട്ട് നിന്നാണ് ഏറ്റവും അടിപൊളിയായത്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, മുരിങ്ങച്ചെടിയാണ്. ഇത് നല്ല വലുതായിരുന്നു. കഴിഞ്ഞ മഴയത്തും കാറ്റത്തും അത് ഒടിഞ്ഞു പോയത് പിന്നെയും വീണ്ടും തളർത്ത് കയറി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് പൂച്ചെടിയുണ്ട്, കുറച്ചല്ല 1-2 എണ്ണം. ഇത് നമ്മുടെ ജെർബറ പ്ലാന്റ് ആണ്. ഈ വീട്ടിൽ ആകപ്പാടെ കളർഫുൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് മാത്രമാണ് കേട്ടോ. ബാക്കിയെല്ലാം പച്ച ഇലയും വെള്ളപ്പൂവൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്ലവർ കാണാൻ നല്ല രസമുണ്ട്. കുറച്ചുകൂടി ഇവിടെ ഫ്ലവേഴ്സൊക്കെ നടണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ കർട്ടൻ ക്രീപ്പർ ചെടിയൊക്കെ നിൽക്കുന്നിടത്ത് കുറച്ചിങ്ങനെ കാടുപോലെ കയറിയിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ നമ്മുടെ തായ്വാൻ പേര. ഇത് അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് ശരിക്കും ഈ പ്ലാന്റൊക്കെ എന്ത് കുട്ടിയായിരുന്നെന്നറിയാം, എന്ത് ചെറുതായിരുന്നെന്ന്. ഇപ്പം ശരിക്കും നല്ല വലുതായിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ ചെടികൾ കാണുന്നത് കൊണ്ട് ഇവർ വലുതായോ എന്ന് എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ പഴയ വീഡിയോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ല വലുതായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക, പുളിയൻ ഓറഞ്ചിൻ്റെ തൈയുണ്ട്. ഇതും അത്യാവശ്യം ബഡൊക്കെ പൊട്ടി വരുന്നുണ്ട്. നമുക്കിവിടെ ഏറ്റവും കൂടുതലുള്ളത് പേരയുടെ വെറൈറ്റിയാണ് കേട്ടോ. ഇതും ഇതേപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള പേരകൾ ഇങ്ങനെ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പേരയൊക്കെയും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇതും നട്ടിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതെല്ലാം ഞാനിങ്ങനെ കവറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ വവ്വാലിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ്. ആറ്റുനൂറ്റിരുന്നുണ്ടാവുന്ന പേരയ്ക്ക, അതപ്പം വവ്വാൽ കൊണ്ടുപോയത് ശരിയാകത്തില്ലല്ലോ. ഓൾറെഡി എൻ്റെ ഒരു പേരയ്ക്ക വവ്വാൽ കൊണ്ടുപോയി, അന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഇതെങ്കിലും വവ്വാൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഇങ്ങനെ കവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുണ്ടോ, ഇത് മറ്റേ ഉണ്ടമുളകാണ് കേട്ടോ. ഇത് 2 പേരയ്ക്ക കമ്പൈൻ ചെയ്ത് നട്ടിരിക്കുന്നതാണ്. ഇത് മറ്റേ റെഡ് ഗൂവയാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ മുട്ടിപ്പഴമാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അറിഞ്ഞത് മുട്ടിപ്പഴം നല്ല വലിയ മരമാവുന്നതാണെന്ന്. നമ്മുടെ ഈ ഒരു സ്പേസിൽ ഇത് എന്താവുമെന്ന് അറിയത്തില്ല. പിന്നെ ഇതുണ്ടോ, ഈ ചിക്കു ഫ്രൂട്ടിൽ നിന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു. 4-5 പഴം കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റാണ്. നീളത്തിലുള്ള ചിക്കു ഫ്രൂട്ടാണ്. എനിക്ക് ബേസിക്കലി ചിക്കു അത്ര വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷേ അത് കഴിച്ചപ്പം വെറുതെ കട്ട് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു, നല്ല സ്വീറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ചെടികളിലൊക്കെ ഇങ്ങനെ ഒരു കീടം ഇങ്ങനെ വരാറുണ്ട്. അതിനെ ഞാനൊരു ജീവി വന്നതിനെ പിടിച്ച് കളഞ്ഞ കേട്ടോ. ഞാനിവിടെ കുറച്ച് സ്പിനച്ച് വെറൈറ്റീസ് നട്ടിട്ടുണ്ട്. അതും ഇങ്ങനെ കിളുത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഞാനിങ്ങനെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ എടുക്കുമായിരിക്കും നമുക്കിതൊന്ന് ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ, നല്ലപോലെ ആയി വരണമെങ്കിൽ. പിന്നെ എനിക്ക് ഈ എൻ്റെ വഴുതന ചെടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയത്തും ഇങ്ങനെ ഇത്ര മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും പാവം ചെടി നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. കുറച്ചൊന്ന് മഴ കുറഞ്ഞായിരുന്നെങ്കിൽ എല്ലാം അടിപൊളി ആയേനെയായിരുന്നു. പിന്നെ നമുക്കിവിടെ 2 വെറൈറ്റി മാവുണ്ട്. ഈ മാവും കഴിഞ്ഞ മഴയത്ത് ഒടിഞ്ഞു പോയതാണ്. പക്ഷേ എന്നാലും പാവം ചെടി വീണ്ടും അടുത്ത ബ്രാഞ്ചസൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതാട്ടോ ചാണകപ്പൊടി കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിലവിലെ ചെടികൾക്ക് അത് മാത്രം ഇട്ട് കൊടുക്കുന്നത്. ഇതുണ്ട് ഈ റബ്ബർ പ്ലാന്റ് ശരിക്കും നല്ല വലുതായിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും നമുക്ക് അകത്തോട്ട് വെക്കണം. പിന്നെ ഇവിടെ എനിക്ക് പനിക്കൂർക്ക ചെടിയുണ്ട്. ഞാൻ പഴയൊരു ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ വലുതാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ട്രോപ്പിക്കൽ ഗാർഡനൂടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ വെറൈറ്റി ഉണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മിക്സ് ചെയ്താണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഒരേ ചെടി നടുന്നതിൽ നിന്ന് കുറച്ചുകൂടെ രസമാണല്ലോ ഇങ്ങനെ മിക്സ് ചെയ്ത്. കൂടുതലും നമുക്ക് ഫിലോഡാൻഡ്രം വെറൈറ്റീസും ക്യാപ്റ്റസും
പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മോൺസ്ട്രയുടെ ഒക്കെ പല പല വെറൈറ്റീസ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒരു കോമ്പൗണ്ട് വാളാണ്. ഈ വോളിലും എന്തെങ്കിലും ഗ്രീൻ ആയിട്ടുള്ള ഇങ്ങനെ ക്രീപ്പർ പോലത്തെ എന്തെങ്കിലും പ്ലാന്റ് കയറ്റി വിടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മഴ കൂടുതലായതുകൊണ്ട് നമ്മുടെ കലാട്ടിയ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് മോശമായിട്ടാണ് നിൽക്കുന്നത്. കാരണം മഴ കൂടിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഇലയെല്ലാം ഇങ്ങനെ പൊട്ടിപ്പോവേ. കാരണം അത്ര ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ പീസ് ലില്ലി ഇങ്ങനെ ഈ ഒരു ഷെയ്ഡിനടിയിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. പീസ് ലില്ലിയുടെ പൂ ഒത്തിരി നാൾ നിൽക്കും. ആ പൂ ഇങ്ങനെ കളറ് മാറുമ്പം ഇതേപോലെ തന്നെ പച്ച കളറിലായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീക്കെൻഡിലത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതേപോലെ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക ഉള്ള സ്പേസിൽ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട കേട്ടോ.